ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 53, ശ്ലോകം 3-4. പീതാംബരം കരവിരാജിത ശങ്കചക്രകൗമോദഗൈ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 3. കഥാഭിരാമേണ സമം വനാന്തേ വനശ്രിയം വീക്ഷ്യ ചരൻ സുഖേന ശ്രീരാമനാംന സ്വസഹസ്യമാജാം മോദാത് അഗാം തേനുകാനനം ത്വം. അന്വയം അർത്ഥം. കഥാപി ഒരിക്കൽ, രാമേണ സമം ബലഭദ്രൻ ഒന്നിച്ച്, വനാന്തേ വനത്തിനുള്ളിൽ, വനശ്രിയം കാനനകാന്തി, വീക്ഷ്യ നോക്കി, സുഖേന സുഖമായി, ചരൻ സഞ്ചരിച്ചു കൊണ്ടിരുന്ന, ത്വം അങ്ങേ, ശ്രീരാമനാംന ശ്രീരാമൻ എന്നു പേരുള്ള, സ്വസഖസ്യ സ്വന്തം കൂട്ടുകാരൻ്റെ, വാച വാക്കനുസരിച്ച്, മോദാൻ സന്തോഷം ഹേതുവായി, ധേനുക കാനനം ധേനുക കാനനത്തെ, അഗാഹ ഗമിച്ചു. ഹരിവു. സാരം: ഒരു ദിവസം ബലരാമനോടൊത്ത് കൃഷ്ണൻ കാനനത്തിനുള്ളിൽ കടന്ന് കാനനഭംഗി കണ്ട് നടന്ന് ധേനുക കാനനത്തിനകത്തേക്ക് പ്രവേശിച്ചു. ഹരിവു. ഓം ഗുങ്കുരിഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 4. ഉത്താളതാളി നിവഹേതുക്ത്വാ ബലേന ധൂതോ അദബലേന ദോർഭ്യാം മൃദുകരച്ഛാപ്യ പതൻ പുരസ്താൻ ഫലോത്കരോ ധേനുകദാനവോവി. അന്വയം അർത്ഥം. അഥ അനന്തരം, തുതുക്ത്വാ അങ്ങയുടെ ആജ്ഞയാൽ, ബലേന ബലരാമനാൽ, ഉത്താളതാളി നിവഹേ ഉയരത്തിൽ നിൽക്കുന്ന താലവൃക്ഷങ്ങളുടെ കൂട്ടം, ദോർഭ്യാം കൈകൾ കൊണ്ട്, ബലേന ശക്തിയോടുകൂടി, ധൂതേ ചലിപ്പിക്കപ്പെട്ടപ്പോൾ, പുരസ്താൻ മുൻഭാഗത്ത്, മൃദുവും, കരാച്ച കഠിനമായതുമായ, ഫലോത്കര ഫലസമൂഹം, അപ്യപത നിലംപതിച്ചു, ധേനുക ദാനവ അവി ഖരൂപത്തോടു ധേനുകാസുരനും അപ്യപത കോപത്തോടുകൂടി എതിർത്തു. ഹരിവു. സാരം: ധേനുക കാനനത്തിൽ ഉയർന്നു നിന്ന താലവൃക്ഷത്തെ ബലരാമൻ ശക്തിയോടുകൂടി ഉലച്ചപ്പോൾ, മൃദുവും ഖരവുമായ താലഫലങ്ങൾ നിലംപതിച്ചതോടൊപ്പം മൃദുവും